വെൽക്കം ടു ദിശ അക്കാഡമി. ബാങ്ക് എക്സാംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് IBPS എക്സാമിന്റെ ടൈം ആണെന്ന് പറയാം. IBPS കലണ്ടർ 2025-26 നമുക്കിപ്പം ഔട്ട് ആയിട്ടുണ്ട്. IBPS കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ജൂലൈ മുതൽ നമുക്ക് അങ്ങോട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പൊ ജനുവരി ആയി, അപ്പൊ പ്രിപ്പറേഷനും ഉള്ള ടൈം ഉണ്ട്. അപ്പം എല്ലാവരും പ്രിപ്പറേഷന്റെ ഒരു റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. IBPS കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ IBPS കലണ്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തൊന്നും പോവില്ല. കറക്റ്റ് ടൈമിൽ എക്സാംസ് നടത്തും, കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുള്ള ഒരു നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ ഇതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു എക്സാം പ്രിപ്പറേഷൻ പ്ലാൻ നമ്മുടെ കയ്യിൽ നന്നായിട്ടുണ്ടായിരിക്കണം. കാരണം എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ വിഷൻ എന്നല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണോ നിങ്ങളുടെ ഗോൾ അതിലേക്ക് എത്താനുള്ള ഒരു പ്ലാൻ സെറ്റ് ആക്കിയിരിക്കണം. ആ പ്ലാൻ അനുസരിച്ച് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം ഈ എക്സാം കലണ്ടറിനെ പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു. IBPSന്റെ ഡിഫറെന്റ് എക്സാംസുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. IBPSന്റെ RRB PO ഉണ്ട്, RRB ക്ലർക്ക്, റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള പ്രൊഫഷണൽ ഓഫീസേഴ്സിന്റെ പോസ്റ്റാണ് RRB PO എന്ന് പറയുന്നത്. അപ്പൊ RRB ക്ലർക്ക് ഉണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ RRB PO, RRB ക്ലർക്ക് അങ്ങനെയൊന്നും അല്ല നോട്ടിഫിക്കേഷൻ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഒരു പേജ് ഇങ്ങനെയാണ്: ടെന്റേറ്റീവ് കലണ്ടർ ഓഫ് ഓൺലൈൻ RRBയുടെ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻസ് എക്സാം, ഓഫീസർ സ്കെയിൽ 1, 2, 3 ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അല്ലെ. പ്രിലിമിനറി എക്സാം 27/7/2025 അതുപോലെ എക്സാമിനേഷൻസിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റും എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എക്സാം കലണ്ടറിനകത്ത് വന്നിട്ടുള്ളതാണ്. ഈ ഓഫീസർ സ്കെയിൽ 1, ഓഫീസർ സ്കെയിൽ 2 and 3 എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ PO പോസ്റ്റ് എന്ന് പറയുന്നത്, RRB PO പറയുന്നത്. അപ്പൊ അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് RRB ക്ലർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കോമൺലി റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. RRB PO, RRB ക്ലർക്ക് എന്നാണ്. അതിന്റെ പ്രിലിംസിന്റെ എക്സാം ഡേറ്റ്, അതുപോലെ മെയിൻസിന്റെ എക്സാം ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IBPS POയുടെ എക്സാമിന്റെ ഡേറ്റ്, IBPS ക്ലർക്കിന്റെ എക്സാമിന്റെ ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒറ്റ ബോക്സിലാക്കി കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒറ്റ ബോക്സിലാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം നടക്കാൻ പോണ എക്സാം IBPSൽ തന്നെ ആദ്യം നടക്കാൻ പോണ IBPS RRB PO ആണ്. RRB PO റീജിയണൽ റൂറൽ ബാങ്ക്, അതിന്റെ PO പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. അതിന്റെ പ്രിലിംസ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 27th ജൂലൈ, 2nd ഓഗസ്റ്റ്, 3rd ഓഗസ്റ്റ്. ഈ 3 ഡേറ്റുകളിലായിട്ട് നമ്മുടെ RRB POയുടെ എക്സാം നടക്കും. അതുപോലെ തന്നെ 13th ഓഗസ്റ്റ്, 6th സെപ്റ്റംബർ, 7th സെപ്റ്റംബറിലായിട്ട് RRB ക്ലറിക്കൽ പോസ്റ്റിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന IBPS PO, IBPS SO, IBPS ക്ലർക്ക് ആണ്. IBPS POയുടെ എക്സാം 4th, 5th and 11th ഒക്ടോബറിലും, അതുപോലെ IBPS SO 22nd നവംബറിനുമാണ് കണ്ടക്ട് ചെയ്തത്. 22nd and 23rd നവംബറിലാണ് കണ്ടക്ട് ചെയ്തത്. അതുപോലെ IBPS ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ വരുന്നത് 6th, 7th, 13th and 14th ഡിസംബർ. അതായത് പറഞ്ഞു വരുന്നത് ജൂലൈ 27th ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ജൂലൈ 27th ആണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ട് നമുക്ക് ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? ഒരു 189 ഡേയ്സോളം ഉണ്ട് അല്ലെ. ഒരു കൗണ്ട് ചെയ്ത് ഒരു 188 ഡേയ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാം. എന്തായാലും ഒരു 188 ദിവസം ഞാൻ അവിടെ എക്സ്പെക്ട് ഒരു 1 or 2 ഡിഫറൻസ് വരട്ടെ. 188 ഡേയ്സ് പറയുവാണ്. ഓക്കെ, അപ്പം അതുപോലെ RRB ക്ലറിക്കലിന്റെ എക്സാമിനേഷനും അതുപോലെ തന്നെ RRB ക്ലറിക്കൽ എക്സാം, RRB ക്ലർക്കിന്റെ എക്സാമിനേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു 226 ഡേയ്സ് വരുന്നുണ്ട്. ഒരു 226 ദിവസത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ IBPS POയുടെ എക്സാം ആകുമ്പോഴത്തേക്കും ഒരു 257 ദിവസത്തോളം നിങ്ങൾക്ക് കിട്ടും പഠിക്കാനായിട്ട്. അതുപോലെ IBPS SO വരുമ്പോഴത്തേക്കും ഒരു 306 ദിവസത്തോളം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് IBPS ക്ലർക്ക് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും ഒരു 320 ദിവസത്തോളം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ടൈം ഉണ്ട്. അപ്പൊ ഇനി അതായത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഇനി 320 ദിവസം ഉണ്ടല്ലോ IBPS ക്ലർക്കിന്, അങ്ങനെയല്ല. ഞാൻ ഈ 188 ക്ലോസ് ചെയ്യുവാണ്. ബാക്കിയുള്ള എക്സാം നമുക്ക് ആദ്യം വരാൻ പോണ ദിവസത്തെ എക്സാം ഒരു 188 ദിവസത്തോളം, ഒരു 188 ഡേയ്സോളം നമുക്ക് കിട്ടും. ഒരു 188 ഡേയ്സ് നമുക്ക് ഈ ഒരു എക്സാമിന് കിട്ടും. അപ്പൊ ഈ 188 ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. 188 ദിവസം എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 30 ദിവസം ഒരു മാസം വെച്ചിട്ട്
6 മാസം എന്തായാലും കിട്ടും അല്ലെ. നമുക്കൊന്ന് നോക്കാം അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ ഞാൻ ഒരു ഗ്യാപ്പ് മാത്രം പറയാം, ഡേറ്റ് ഞാൻ പറയുന്നില്ല. മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റും എല്ലാവരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് IBPS-PO പ്രിലിംസ് എക്സാം കഴിഞ്ഞ് ഒരു 40 days കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രിലിംസ് മാത്രമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രിലിംസ് മാത്രമായിട്ട് പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം 40 ദിവസമാണ് പിന്നീട് നമുക്ക് IBPS-PO മെയിൻസിന് കിട്ടത്തുള്ളൂ. അതുപോലെ RRB ക്ലർക്ക് ആണെങ്കിൽ ഒരു 62 days കിട്ടും. IBPS-PO ആണെങ്കിൽ ഒരു 40 ഡേയ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. IBPS-SO ആണെങ്കിൽ 41 ഡേയ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. IBPS ക്ലർക്ക് ആണെങ്കിൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് മെയിൻസ് എക്സാം വരെ ഒരു ഇത്രയും ടൈമാണ് നമുക്കുള്ളത്. അപ്പൊ പ്രിലിംസ് എക്സാമും മെയിൻസ് എക്സാമിനേഷനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറവായത് കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ RRB ക്ലർക്ക് പോസ്റ്റോ അല്ലെങ്കിൽ PO പോസ്റ്റോ എന്താണ് പ്രിപ്പയർ ചെയ്തെങ്കിൽ പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ IBPS ക്ലർക്കോ IBPS-PO IBPS-SO ഇതിൽ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും പ്രിലിംസ് പ്ലസ് മെയിൻസ് എക്സാമിനേഷന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനി എങ്ങനെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കാം. ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ജനുവരി ഇപ്പൊ നമുക്ക് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 18th ആണ് ഞാനിത് ക്ലാസ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ജാനുവരി എന്തായാലും കൗണ്ട് ചെയ്യാം. കുറച്ച് ദിവസം എന്തായാലും ജാനുവരി കിട്ടുന്നുണ്ട്. ജാനുവരി മുതൽ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം. അതുപോലെ ജൂലൈ 27th അല്ലേ, അപ്പൊ നമുക്ക് ജൂലൈയും കൗണ്ടിനകത്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി എത്ര ദിവസം ഉണ്ട് അല്ലെങ്കിൽ എത്ര മാസം കിട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. അതായത് ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒരു 3 months അല്ലെങ്കിൽ ജാനുവരി ഇപ്പൊ കംപ്ലീറ്റ് ആവാറായാലോ, ഒരു പകുതി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു 4 months എടുക്കാം. ഒരു 4 മാസം, ആക്ച്വലി 3 മാസം കംപ്ലീറ്റ് കിട്ടും. ജാനുവരി കുറച്ച് ദിവസം കൂടി കിട്ടും. ഇത് നമുക്ക് ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കാം. അങ്ങനെയാണ് ഞാൻ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രയും ഒരു സിലബസ് കംപ്ലീഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ, അതായത് കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്നെ നിങ്ങൾ ഈ ഒരു ടൈം യൂസ് ചെയ്യണം. ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഓരോ ടോപ്പിക്കിന്റെയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ ബേസ് പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം നമ്മുടെ സ്പീഡ് ആൻഡ് ആക്യുറസി. അതാണ് സ്പീഡായിട്ട്, അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ടൈമിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവണ്ട. ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓൾമോസ്റ്റ് ഫുൾ സിലബസ് ആണ് ടാർഗറ്റ്. ഓക്കെ, ഫുൾ സിലബസ് ആണ് ടാർഗറ്റ് എങ്കിലും നിങ്ങൾക്ക് ഇൻ ദ കേസ് കുറച്ചും കൂടെ ടൈം വേണം തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു കണ്ടീഷൻസ് ആണ് 95% സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു 75% സിലബസും കംപ്ലീറ്റ് ചെയ്ത് പ്രിലിംസ് മെയിൻസിന്റെ 75% സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ചെയ്യാൻ, പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ടൈമിനെ നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ പ്രാക്ടീസ് ടൈമിനെ തന്നെ നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓരോ ടോപ്പിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഷോർട്ട് കട്ട്സ് ഒക്കെ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ത്രൂ പോകുന്ന മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രാക്ടീസ് ടൈമില് നിങ്ങൾക്ക് ഒന്നുകിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഇപ്പൊ എത്ര ദിവസമാണ് ഒരു ഹാഫ് ടൈമിൽ നിങ്ങൾ ഇതിന്റെ ഒരു ഹാഫ് ടൈം, ഇപ്പൊ ഒരു 3 മാസമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നെങ്കിൽ ഒരു 1.5 മാസം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ PYQs മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ്, 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പൊ RRB POയുടെ കാര്യമാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ അങ്ങനെയാണോ വിചാരിക്കുന്നത്? RRB POയ്ക്ക് 188 days ഉണ്ട്, അതുകൊണ്ട് RRB POയുടെ പ്രിപ്പറേഷൻ ആണോ പറയുന്നത്? ഇല്ല. RRB PO ഞാൻ അടുത്ത എക്സാം, ക്ലർക്കൽ എക്സാം ഉണ്ട്, IBPS-PO ഉണ്ട്, IBPS-SO ഉണ്ട്, IBPS ക്ലർക്ക് ഉണ്ട്. അത് ഒരു എക്സാമിനല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സിലബസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ എക്സാംസിന് വേണ്ടിയും ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബാങ്ക് എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണത്. എല്ലാ എക്സാമിന് വേണ്ടി ഒരുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ പ്രാക്ടീസ്. ഹാഫ് ടൈം നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം.
മനസ്സിലായോ? അടുത്ത ഒരു ഹാഫ് ടൈം നിങ്ങൾ ടൈമർ വെച്ച് തന്നെ പഠിക്കാം. ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ ഒരു ക്വസ്റ്റിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഒരു ക്വസ്റ്റ്യൻ ടൈമർ ബേസ്ഡ് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടൈം. കാരണം ടൈം ഇമ്പോർട്ടന്റ് ആണ്. എത്രയൊക്കെ നമ്മൾ പെർഫോം ചെയ്താലും നമുക്ക് ടൈം ഇല്ലെങ്കിൽ, നമുക്ക് ടൈം ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടൈം ക്ലിയർ ആയിട്ട്, അതായത് ടൈം മാനേജ്മെന്റ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഒരു ക്വസ്റ്റിനകത്ത് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എക്സാമിന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ ആയിരിക്കണം അവിടെ നടത്തേണ്ടത്. അതായത് ഓരോ സബ്ജക്ട് നമുക്കിപ്പം മെയിൻ ആയിട്ടുള്ളത് റീസണിങ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രിലിംസ് മെയിൻസ് എക്സാമിനേഷൻ അത് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് റീസണിങ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട്. അപ്പം റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ബാങ്കിങ് അവയർനെസ്, ജനറൽ അവയർനെസ്, ഇത്രയും സബ്ജക്ട്സുകളാണ് നിങ്ങളുടെ കയ്യിലുള്ള. ഒരുപാട് ഒരു ഘോരം എന്താ GKs ഒന്നും പഠിക്കാനില്ലാതെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് ബാങ്ക് എക്സാംസിനെ പറ്റി. ഈ റീസണിങ് ടോപ്പിക്സിലെ നമുക്ക് മിസ്ലേനിയസ് ടോപ്പിക്സ്, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ക്രിട്ടിക്കൽ റീസണിങ്, അങ്ങനെയൊക്കെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. കുറെ മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. 10 to 15 ചോദിക്കുന്നത് മിസ്ലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് 10 to 15 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ പസിൽസും അത്രയും ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ബാങ്ക് എക്സാംസിന്. പസിൽസ് ആണ് കുറെ എല്ലാവർക്കും ടൈം ഒക്കെ കളയാനൊക്കെ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിങ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റീസണിങ്. ഇതിന് 3 സെക്ഷൻസ് ആണ് നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്. 3 സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് റീസണിങ് ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ സ്പീഡ് മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്പീഡ് മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പെട്ടെന്ന് ചെയ്യണം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അതായത് കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അതുപോലെ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, മിസ്സിംഗ് നമ്പേഴ്സ്, റോങ് നമ്പേഴ്സ്, അതെല്ലാം ഈ സ്പീഡ് മാത്സിൽ വരും. ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് സ്പീഡ് മാത്സ് എന്ന് പറയുന്നത്. പിന്നെ അരിത്തമെറ്റിക് സെക്ഷൻ ആണ്. അരിത്തമെറ്റിക് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് വരുന്നതാണ് അരിത്തമെറ്റിക് സെക്ഷൻ. എന്നാൽ കമ്പാരിറ്റീവ്ലി മാർക്സിന്റെ വെയിറ്റേജ് അരിത്തമെറ്റിക് സെക്ഷനിൽ ഓരോ ചാപ്റ്റർ പഠിച്ചാൽ ഓരോ മാർക്ക് വെച്ച് കിട്ടും. അപ്പൊ സ്പീഡ് മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സ്പീഡ് മാത്സിന്റെ സെക്ഷനിലാണ്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് സെക്ഷൻ, ദെൻ DI ആണ് കേട്ടോ. അടുത്ത വരുന്നത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്, DI ആണ്. ഈ DI എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പീഡ് മാത്സും സ്ട്രോങ് ആണ്, അരിത്തമെറ്റിക് സെക്ഷനും സ്ട്രോങ് ആണ്. DI ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സ്പീഡ് മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ്, അതായത് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ നോക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയണം, സ്ക്വയർസ്, ക്യൂബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കറിയാലോ, സിംപ്ലിഫിക്കേഷൻ സ്പീഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷനും കുറച്ച് നല്ല സ്പീഡ് ആവും. പിന്നെ അതിലെ കുറച്ച് അരിത്തമെറ്റിക് സെക്ഷൻസിന്റെ ഐഡിയാസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യം, റീഡിങ് മാക്സിമം ഒരുപാട് സ്റ്റോറീസ് വായിക്കുക, ഒരുപാട് ആർട്ടിക്കിൾസ് വായിക്കുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അങ്ങനെ എത്ര റീഡിങ് ചെയ്യുന്നു അത്രയും വൊക്കാബുലറി, അത്രയും നിങ്ങൾ ആ ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും നിങ്ങൾ വായിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതായിരിക്കും. അപ്പൊ അതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത. കുറെ ബുക്സ് വായിക്കാം, മാഗസീൻസ് വായിക്കാം, ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം, കറണ്ട് അഫേഴ്സ് വായിക്കാം. ഇംഗ്ലീഷിലുള്ള കറണ്ട് അഫേഴ്സ് വായിക്കാം. അപ്പൊ ജനറൽ അവയർനെസ്സിലും കറണ്ട് അഫേഴ്സിനും യൂസ് ആവുകയും ചെയ്യും, വൊക്കാബുലറിനും യൂസ് ആവും. അങ്ങനെ കുറെ വായിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ വേണം പിന്നെ ഒരു ഇത് ക്ലിയർ ആക്കാനായിട്ട്, ഓരോ സബ്ജക്റ്റും ക്ലിയർ ആക്കാൻ. ഞാൻ ഇതെല്ലാം ഒന്ന് വിളിച്ചു പറയാം. ഓരോ സബ്ജക്റ്റിനെ പറ്റിയും അതാത് ഫാക്കൽറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഓരോ എക്സാം പ്രിപ്പറേഷന് മുന്നേ റീസണിങ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെയുള്ള സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിവിഷനോ ഇങ്ങനെ ഒരു പ്ലാൻ വേണം നിങ്ങളുടെ കയ്യിൽ. ഈ 4 മാസം കൊണ്ട് നിങ്ങൾ എത്രമാത്രം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ബാക്കി ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. ആ പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾ എത്രമാത്രം നല്ല രീതിയിൽ കുറെ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി എത്രമാത്രം നല്ല രീതിയിൽ ആ ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്നു, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പം പ്രാക്ടീസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എത്രമാത്രം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. കുറെ പേര് പറയുന്നത് സ്പീഡില്ല, മാത്സ് ചെയ്യാൻ സ്പീഡില്ല, എനിക്ക് എക്സാമിന് ടൈം കിട്ടാറില്ല. സ്പീഡ് എല്ലാവരുടെയും റീസണിങ്ങിന്റെ കേസ് ആണെങ്കിലും മാത്സിന്റെ കേസ് ആണെങ്കിലും സ്പീഡ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. സ്പീഡിന്റെ പ്രശ്നമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യം, അത് 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം കോൺസെപ്റ്റ്.
നിങ്ങൾക്ക് എവിടെയോ കൺസെപ്റ്റ് വീക്ക് ആണ്, അത് സ്പീഡ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിലാണ് ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ആ ഒരു ടോപ്പിക്കിന്റെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി കോൺസെപ്റ്റ് പക്കയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ നമ്പർ സ്പീഡ് കൂടുന്നില്ലെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തത് കുറവാണ്, നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് കൂടിക്കോളും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് കൂടിക്കോളും. കുറെ കുട്ടികൾ പറയുന്നത് മോക്ക് ടെസ്റ്റ് കുറെ എഴുതുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സ്പീഡ് കൂടുന്നുണ്ട്. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് അവർ കാണുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്കും വീണ്ടും സ്പീഡ് കുറയാറുണ്ട്. അതുകൊണ്ട് എക്സാം ടൈമിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതുക, ടൈമർ വെച്ച് തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പൊ അത് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അത് ഇടയ്ക്ക് ഗ്യാപ്പ് ഇടാതെ തന്നെ പോകട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എക്സാം വരെയും മോക്ക് ടെസ്റ്റുകൾ എഴുതി പോകാം. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക, നിങ്ങൾക്ക് അതിനുള്ള സെക്ഷൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനുള്ള വീഡിയോസ് ഒക്കെ പോകുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനെയും പോകുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാം. അപ്പൊ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ഫാക്കൽറ്റീസിനെ ഫോളോ ചെയ്യാതെ ഒന്നോ രണ്ടോ ഫാക്കൽറ്റീസിനെ ഒക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. എപ്പോഴും ബുക്സ് ആണെങ്കിലും ഒരു 10 ബുക്സ് ഫോളോ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഒരു ബുക്ക്, ഏറ്റവും നല്ലൊരു ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബുക്ക് സെർച്ച് ചെയ്യാനും ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്യാനും അങ്ങനെയുള്ള ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതായത് ടൈം ഒത്തിരി പേര് വേസ്റ്റ് ചെയ്യുന്ന എക്സാം ടൈം വരെയും ബുക്ക് സെർച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകൾ തപ്പിയെടുക്കലായിരിക്കും. യൂട്യൂബും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒരുപാട് ഉള്ളത് തന്നെ നമ്മുടെ സമയം അതിന് കുറെ വേസ്റ്റ് ആവാറുണ്ട്. സോ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാണ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അതിൽ നിന്ന് തന്നെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സെർച്ചിങ് ടൈം, അതുപോലെ ഒരുപാട് പേരെ ഒരേ ടൈം ഫോളോ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവർ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഓക്കെ ഏതെങ്കിലും ഒക്കെ സെക്ഷൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷെ ബേസിക്സ് പഠിക്കാൻ നേരത്തെ ഒരുപാട് സെക്ഷൻസ് ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.